രാവിലെ തന്നെ ഒരു കുപ്പി വെള്ളവും കുടിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്നത്. കാരണം മഴക്കാലമായാൽ മനഃപൂർവ്വം വെള്ളം കുടിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പണി തരും, ആശുപത്രി പോയി കുത്തി വാങ്ങേണ്ടി വരും. ഇന്ന് ജൂലൈ 3 സെൻറ് തോമസ് ഡേ ആണ്. ദുക്രോന പെരുന്നാൾ, തോറാന പെരുന്നാൾ എന്നൊക്കെ പറയും. തോറാന പെരുന്നാളിന് തോരാതെ മഴ പെയ്യുമെന്നല്ലേ. ഈ മഴയൊക്കെ കണ്ടു നിൽക്കുന്ന നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടോ? അവർ ആഹാരം കൊടുക്കുന്ന പാത്രത്തിൽ കയറി കിടന്ന് 3 പേരും ചേർന്നിരിക്കുക ചൂട് കിട്ടാൻ വേണ്ടി. നമ്മുടെ കോഴിപ്പൂവൻ അതൊക്കെ കണ്ട് നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും തോറാന പെരുന്നാളിന് തോരാതെ മഴ പെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, തോറാന പെരുന്നാളിന് 6 ആന ഒഴുകുന്ന വെള്ളവും പോകുമെന്നാണ് പറയുന്നത്. പുഴയിൽ കൂടിയൊക്കെ 6 ആന ഒഴുകി പോകും എന്നും കേട്ടിട്ടുണ്ട്. അതേ ഒരു കാലാവസ്ഥ തന്നെയായിരുന്നു നമുക്ക് രാവിലെ മുതൽ. നല്ല തോരാതെ മഴ പെയ്യുകയാണ്. കട്ടിയിലും അല്ല, എന്നാൽ തീരെ ചെറിയ ചാറ്റൽ മഴയും അല്ല. ആവശ്യത്തിന് മഴ പെയ്യുന്നുണ്ട്. മഴ കൊണ്ടിരിക്കുന്ന 2 പേരാണ്. ആൻസൂട്ടൻ്റെ സൈക്കിളും ചേട്ടൻ്റെ സ്കൂട്ടറും. പ്രാണി മഴയൊക്കെ നനഞ്ഞ് കയറി വരുന്നുണ്ട്. എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ നമ്മുടെ കോഴിപ്പൂവന് പാതി കാഴ്ചയേ ഉള്ളൂ. അവൻ ദാ അങ്ങോട്ട് വട്ടം തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അമ്മച്ചിക്ക് ഒരു തലവേദന. എനിക്കാണെങ്കിൽ ലീവും കിട്ടത്തില്ല. അങ്ങനെ അമ്മച്ചിയെ ആശുപത്രിയിൽ കൊണ്ട് വിടാനായിട്ട് പോവുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. അമ്മച്ചിക്ക് ഡോക്ടറെ കണ്ടുള്ള ഒരു ആശ്വാസം, അത്രയേ ഉള്ളൂ. അങ്ങനെ അമ്മച്ചി ആശുപത്രിയിലൊക്കെ കൊണ്ടാക്കി. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ ഫേസൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കാണുന്നത്. ഇതൊക്കെ നോക്കാൻ എവിടെ സമയം. നമ്മുടെ ആൻസൂട്ടൻ്റെ സ്കൂളാണ്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലൊന്നും സെൻറ് തോമസ് ഡേക്ക് ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ സ്കൂളൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുക. അല്ലെങ്കിൽ ഈ സമയത്ത് എത്രയോ കുട്ടികൾ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നതല്ലേ. അപ്പോൾ അവിടെ എല്ലാം വിജനമായിട്ട് കിടക്കുക. വീട്ടിൽ വന്നപ്പോൾ പ്രാണിക്ക് വിശക്കുവാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ തന്നെ ആഹാരം കൊടുക്കാറുണ്ട്. വല്ല പ്രാണിയുമായിട്ട് ജനിച്ചാൽ മതി എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. അപ്പോൾ സ്കൂളിന് അവധി ആയതുകൊണ്ട് ആൻസൂട്ടന് എഴുന്നേറ്റിട്ടില്ല. പുതച്ചു മൂടി നല്ല ഉറക്കമാണ്. ഈ മഴയത്ത് കിടക്കാനൊരു ഭാഗ്യം വേണം. നമ്മുടെ ആട്ടിൻ കുഞ്ഞുങ്ങളിൽ ഒരെണ്ണം എപ്പോഴും താഴെ ചാടും. ചേട്ടനെ കണ്ട വഴി അതേപടി കാലെടുത്ത് അവൾ അകത്തേക്ക് ഇടുകയും ചെയ്തു. അത് കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുക്കണം തോന്നി. ഞാനേതായാലും കോളേജിൽ പോകട്ടെ. ഇപ്പോൾ പോയിട്ട് വരാം. ടാറ്റാ.